ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന ഒരു കിടിലനായിട്ടുള്ള ഇഷ്ടമാണ് കേട്ടോ. പാലക്കാട്ടുകാരുടെ സ്വന്തം ഇഷ്ടു, നമ്മൾ സ്റ്റൂ എന്നൊക്കെ പറയും. എന്താ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ ഈ ഒരു ഐറ്റം ഇല്ലാതെ ഇവിടെ പറ്റില്ല. അപ്പം അത്രയും സൂപ്പറാണ്. മറ്റുള്ള സമയങ്ങളിലാണെങ്കിലും നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതേപോലെ തന്നെ നമുക്കിപ്പോൾ ദോശ, ഇഡ്ഡലി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ അടിപൊളിയായിട്ടുള്ളൊരു കിടിലൻ കറിയാണിത്. നമുക്ക് അതേപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുക. നമുക്ക് കറിൻ്റെ അളവിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് എടുക്കുക. ഞാനിവിടെ 5 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് മാത്രം മതിയാവും നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട്. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്. അപ്പോൾ ഇതൊന്ന് തോലൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് തോല് കളയുന്നതിൻ്റെ എളുപ്പത്തിൽ തോല് കളയാൻ പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ്. സവോള അതുപോലെ തന്നെ നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒരുപാട് കൂടുതലാവാൻ പറ്റില്ല. അതേപോലെ തന്നെ മുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിനെ നമ്മൾ ഗ്യാസിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഗ്യാസിലോട്ട് വെക്കുന്നതിന് മുൻപ് നമുക്ക് ഏത് പാത്രത്തിലാണ് നമ്മൾ വെക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു പാത്രം ഗ്യാസിൽ വെക്കുക. നമുക്ക് എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ നമുക്ക് ലാസ്റ്റാണ് വരിക. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഐറ്റംസ് എല്ലാം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ വീണ്ടും കഴുകേണ്ട കാര്യം വരുന്നില്ല. അതിന് നേരെ നമ്മൾ ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് പാലും ഒഴിച്ചു കൊടുക്കാം. പാല് മാത്രം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാല് മാത്രം ഒഴിച്ചു കൊടുത്താലും നല്ലതാണ്. ഇല്ലേ കുറച്ച് വെള്ളം ചേർത്താലും കുഴപ്പമില്ല. കുറച്ച് ആദ്യം വെള്ളം ചേർത്തിട്ട് അതിന് ശേഷം വീണ്ടും കുറച്ച് പാലും കൂടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഉപ്പ് മാത്രമാണ്. വേറെ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് മാത്രം നമ്മൾ ജസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോഴാണ് ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് നന്നായി ആവണം. വഴറ്റി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഉള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് അതൊന്നും വഴറ്റേണ്ട കാര്യമില്ല. മുളകൊന്നും വഴറ്റേണ്ട ആവശ്യമേ ഇല്ല. നമുക്കിങ്ങനെ ഈ പാലും വെള്ളവും കൂടി ചേർത്തിട്ട് ഇതിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് ആവുമ്പോൾ അതൊന്ന് വെന്ത് വരും ഉരുളക്കിഴങ്ങ്. ഇതാ കണ്ടില്ലേ, നമ്മൾ പൊങ്ങി പോവാതെ നോക്കണം. കാരണം പാലായതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്ലെയിം നല്ല കുറവിൽ വെക്കുക. ആദ്യം തിളയ്ക്കുന്നത് വരെ നമുക്ക് കുറച്ച് കൂട്ടി വെക്കാം, കുഴപ്പമില്ല. നമ്മൾ അടുത്ത് നിൽക്കണം, കുറച്ചൊന്ന് കൂട്ടി വെക്കാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കുക. കുറച്ച് വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായി വേവിച്ചെടുക്കുക. കാരണം വെള്ളം പെട്ടെന്ന് വറ്റാനും പറ്റില്ല, എന്നാൽ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തും കിട്ടണം. ആ ഒരു ലെവലിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കുക. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അടച്ച് വെക്കേണ്ട കാര്യമില്ല. പാലായതുകൊണ്ട് പൊങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. അതിൽ ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് ഒരു ഹാഫ് ബോയിലൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തീയാണ്, നല്ല ചൂടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു കറിയൊക്കെ വെക്കുന്ന സമയത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. പൊള്ളലൊന്നും വരാതെ ശ്രദ്ധിച്ച് എല്ലാവരും ചെയ്യണേ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ലെവലാവും. ഇത് കണ്ടില്ലേ, ഒന്നുകൂടെ ഒന്ന് വെന്ത് നന്നായി ഒന്ന് കുറുകി ലെവലായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മെല്ലെയാണ് തിളയ്ക്കുന്നത്. അപ്പോൾ എന്താ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് നന്നായി ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിലോട്ട്
കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കറി ഇവിടെ തയ്യാറായി. അപ്പോൾ നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടില്ല എന്ന് തോന്നുന്ന പക്ഷം നമുക്ക് ഒരു ഈ ഉടയ്ക്കുന്ന കയ്യിലുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഉടച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ചില ഉരുളക്കിഴങ്ങൊന്നും പെട്ടെന്ന് വേവില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് ഈ ഒരു കയ്യിൽ കൊണ്ട് നന്നായി ഒന്ന് അതിനെ ഇടിച്ചൊന്ന് ഉടച്ചു കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. കുക്കറിൽ ഈ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എന്താ പറയുക, അങ്ങനെ ആകുമ്പോൾ ഒരു ടേസ്റ്റിനൊരു മാറ്റം ഉണ്ടാവും. നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നതിനേക്കാളും അത് എളുപ്പമാണ്. പക്ഷെ നമുക്ക് അതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കും മനസ്സിലാവും. ഒരു തവണ ഇങ്ങനെ ചെയ്ത് നോക്കൂ, ഒരു തവണ അതുപോലെ തന്നെ കുക്കറിൽ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇതിപ്പോൾ നല്ല പച്ച വെളിച്ചെണ്ണൻ്റെയും അതേപോലെ തന്നെ ആ ഒരു കറിവേപ്പിലേൻ്റെയും ഒക്കെ ടേസ്റ്റ് വരുമ്പോണ്ടല്ലോ അടിപൊളിയാണ്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലോ ഈ ഒരു കറി. ഈ ഒരു കറി ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. പാലക്കാട്ടുകാരിയൊക്കെ സ്വന്തം ഇഷ്ടം എന്നാണ് കേട്ടോ ഇവിടെ പറയുക. സ്റ്റൂന്ന് ആണ് മറ്റുള്ളവരുടെ പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എനിക്കറിയില്ല. അപ്പോൾ ഇനിയൊക്കെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളിത് അവിടെ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്, ഒരു ബൗളിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലേക്ക് ഇങ്ങനെ തൂളി കൊടുത്തപ്പോൾ നല്ല ചന്തക്കാരനായില്ലേ ഇഷ്ടു, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാവരുടെ കൂടെയും കഴിക്കാം കേട്ടോ. ചോറ്, ചപ്പാത്തി, അതുപോലെ തന്നെ നമുക്ക് ഇഡ്ഡലി, ദോശ, അതിൻ്റെ കൂടെയൊക്കെ നമ്മളിപ്പോൾ ഈ ചട്നിയൊക്കെ കഴിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് കൊടുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. എരിവ് കുട്ടികൾക്കാവുമ്പോൾ നമ്മൾ കുറച്ച് എരിവൊക്കെ ഒന്ന് കുറച്ചിട്ട്, മുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് ചെയ്ത് കൊടുക്കുക. എളുപ്പത്തിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.